ഹായ് ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മ പ്രസ്സ് പത്തിരിയും അതേപോലെ കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കടല ഉള്ളിമുളക് ഇട്ട് ഒലുത്തിയതുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈസിയാണ് കേട്ടോ നമ്മുടെ പ്രസ് ചെയ്യണ മെയിൻ ആളെന്ന് പറഞ്ഞാൽ. ഈ പ്രസ് പത്തിരി എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, എനിക്കും ഈസാക്കും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും അതേപോലെ ജീരകമൊക്കെ ഇട്ട് നമ്മുടെ നൈസ് പത്തിരിനെ പോലെ തന്നെയാണ് അതിൽ ജീരകവും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് പരത്തിയെടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ പത്തിരീനെ കൂട്ടിങ്ങനെ പൊടി തട്ടലൊന്നുമില്ല ഇതിൽ, കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചു. അതിൻ്റെ കൂടെ കടലക്കറി ആയിരുന്നു, അതും കൂട്ടി കഴിച്ച് ഈസി ഇരുന്ന് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. മേളിലിരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവനത് താഴ്ത്തിരുന്നേ കഴിക്കുകയുള്ളൂ. പിന്നെ ആൾക്കത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മടിയായിരുന്നിട്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് വാപ്പ പറഞ്ഞു ബീഫ് ഫ്രൈ ചെയ്യാം, അതേപോലെ മോര് കറിയും പിന്നെ മാങ്ങാക്കറിയും ഒരു സ്പെഷ്യൽ മാങ്ങാക്കറിയും ആക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വേവിക്കും, ഉള്ളിയും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ബീഫും അതേപോലെ ഉള്ളിയും മുളകൊക്കെ ഒന്നുകൂടി ഇടും കേട്ടോ. 2 ടൈമിലുമായിട്ട് അങ്ങനെ ഇടും. എന്നിട്ട് അത് നല്ലപോലെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുന്നതാണ് കേട്ടോ ഫ്രൈ എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് എരിവ് വേണം, എന്നാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മൊരിയേം വേണം കേട്ടോ, ഒരു ഹാഫായിട്ടൊന്ന് മൊരിയണം. അധികം ഓവർ മൊരിഞ്ഞാലും നമുക്കത് കടിച്ച് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് മൊരിയുകയും വേണം കേട്ടോ. പിന്നെ കപ്പങ്ങിട്ട് മോരും കാച്ചി അതിൻ്റെ ഒപ്പം ഉമ്മയുടെ സ്പെഷ്യൽ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ മാങ്ങ അച്ചാറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ മോര് കറിയും ബീഫ് കറിയുടെ കൂടെ നല്ല പറ്റിയൊരു മാങ്ങാക്കറിയായിരുന്നു കേട്ടോ. അത് അച്ചാറ് പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ പപ്പടവും കൂടി ആയിട്ടാണ്. അതുകൂടി ആയപ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈസാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ റൂമൊന്ന് ഡെക്കോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ക്രിസ്മസിൻ്റെ വൈബിലെത്തിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടോ. അധികമൊന്നുമില്ല, നമ്മുടെ കർട്ടനിൽ തന്നെ ഒന്ന് ഡെക്കോർ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാർസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടോ. ചാർട്ടും അതേപോലെ A4 റെഡ് കളറിലെ A4 മേടിച്ചിട്ട് നമ്മൾ 3D സ്റ്റാർസ് പോലെ ഉണ്ടാക്കി. എന്നിട്ട് അത് നമ്മൾ നൂലിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ കുഞ്ഞു ബോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 300 റേഞ്ചിൽ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടാണ്. അധികം റേറ്റൊന്നും നമ്മൾ ആക്കിയില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെക്കോർ അതും. അപ്പോൾ ഈസാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ നമ്മൾ ലൈറ്റും ഉണ്ടായിരുന്നു, ലൈറ്റും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടോ. അതൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ആ പണിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഒരു വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.